ഈ റാംജി വരുന്നതിന് മുൻപ് MNREGS പ്രകാരമുള്ള ഒരു തൊഴിൽ എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ അവകാശമായിരുന്നു. അവൻ ഡിമാൻഡ് ചെയ്താൽ അത് കൊടുക്കണമായിരുന്നു. ആ ബൃഹത്തായ ഒരു പദ്ധതിക്ക് ദയാവധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ MNREGSും റാംജിയുമായി മാറുമ്പോൾ വരുന്ന വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന റൈറ്റ് ടു വർക്ക് എന്ന ഒരു പൗരൻ്റെ മൗലിക അവകാശത്തെ അഡ്രസ് ചെയ്ത ഏറ്റവും പ്രബലമായ ആദ്യത്തെ പദ്ധതിയാണ് MNREGS എന്ന് പറയുന്നത്. ആ പദ്ധതി ഈ 2025 റാംജി തൊഴിൽ പദ്ധതി എന്ന പേരിൽ പുനർനാമകരണം ചെയ്യുകയും ആ പദ്ധതിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ആ പദ്ധതിയെ രൂപവൽക്കരിച്ചു എന്നുള്ളതാണ് ഈ രംഗത്ത് നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ എന്താണ് ഈ പദ്ധതിയോട് ചെയ്തതെന്ന് വെച്ചാൽ, പറയുമ്പോൾ റാംജി തൊഴിൽ പദ്ധതിയിൽ 125 തൊഴിൽ ദിനങ്ങൾ നൽകുന്നു. കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും എന്തോ വലിയൊരു കാര്യം അനുകൂലമായി ചെയ്തിരിക്കുകയാണ് എന്ന്. 90% കേന്ദ്ര വിഹിതം ഉറപ്പുവരുത്തിയിട്ടുള്ള ഈ പദ്ധതിയുടെ ഇപ്പോൾ 40% സംസ്ഥാന വിഹിതമായി കേന്ദ്രത്തിൻ്റെ 50% വിഹിതമായി കുറച്ചിരിക്കുന്നു, ബാധ്യത കുറച്ചിരിക്കുന്നു. 78,000 കോടിയോളം രൂപ ബഡ്ജറ്റിൽ വകകൊള്ളിക്കുന്ന MNREGS എന്ന് പറയുന്ന പദ്ധതി ഇൻ പ്രാക്ടീസ് ഇല്ലാതാകുന്ന ഒരു അവസരത്തിലേക്ക് നീളുകയാണ്. ഇത് ഈ കേന്ദ്രവിഹിതം കുറയ്ക്കുന്നു, സംസ്ഥാനങ്ങൾക്ക് ബാധ്യത കൂട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തലത്തിൽ ഈ പദ്ധതി നടക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണ് എങ്കിൽ, ഒരു പഞ്ചായത്തിന് അറ്റ് എ ടൈമിൽ ഈ പ്രോജക്റ്റിൽ അപ്ലോഡ് ചെയ്യാവുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് 20 വർക്കുകളാണ്. ഈ 20 വർക്കുകൾ തീർത്ത് അതിൻ്റെ ബോർഡ് വരെ സ്ഥാപിച്ച്, പക്ഷേ ആ ബോർഡ് സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് പോലും കൊടുക്കുകയില്ല. ഈ ബോർഡ് വരെ സ്ഥാപിച്ച് റിപ്പോർട്ട് പൂർത്തിയാക്കിയാലാണ് അടുത്ത ഒരു 20 വർക്ക് ഇവർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അത് ഒരു പഞ്ചായത്തിനും കഴിയില്ല. ആ ലെവലിൽ ഈ പദ്ധതിയെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഈ പദ്ധതി വിഭാവന ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്നു. പക്ഷേ ഈ പദ്ധതി ഇത് 105 ദിവസമായി ഉയർത്തുന്നു എന്നാണ് ഇപ്പോഴത്തെ പരിഷ്കാരങ്ങൾ പറയുന്നത്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇഷ്ടമുണ്ടെങ്കിൽ പഞ്ചായത്തുകൾക്ക് കൊടുത്താൽ മതി. അതിനു മുൻപ്, ഈ റാംജി വരുന്നതിന് മുൻപ് MNREGS പ്രകാരമുള്ള ഒരു തൊഴിൽ എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ അവകാശമായിരുന്നു. അവൻ ഡിമാൻഡ് ചെയ്താൽ അത് കൊടുക്കണമായിരുന്നു. എന്നാൽ പുതിയ പരിഷ്കാരം വരുന്നതോടുകൂടി ഇത് സപ്ലൈ ബേസ്ഡ് ആവുകയാണ്. ഉണ്ടെങ്കിൽ തരാം, ഉണ്ടെങ്കിൽ മാത്രമേ തരാൻ കഴിയൂ എന്ന ലെവലിലേക്ക് ഈ പദ്ധതി മാറുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ MNREGS എന്ന് പറയുന്ന ഗ്രാമീണ മേഖലയെ ഉത്തേജിപ്പിച്ചിരുന്ന, പർച്ചേസിങ് പവറിനെ ഉത്തേജിപ്പിച്ചിരുന്ന, ഉപജീവനത്തെ ഉത്തേജിപ്പിച്ചിരുന്ന, അടിസ്ഥാന വർഗങ്ങളെ ഉത്തേജിപ്പിച്ചിരുന്ന ആ ബൃഹത്തായ ഒരു പദ്ധതിക്ക് ദയാവധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ MNREGSും റാംജിയുമായി മാറുമ്പോൾ വരുന്ന വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.